അപ്പൊ നോമ്പുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും അതൊക്കെ നമ്മൾ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അപ്പോ നോമ്പുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ എന്തൊക്കെയാണ്? അപ്പൊ നിസ്കാരം, ഹജ്ജ്, സക്കാത്ത് ഇതൊന്നും നമ്മൾ വിഷയമില്ലാത്തതുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ നമ്മൾ പറയുന്നില്ല. എന്തൊക്കെയാണ് നോമ്പുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ? മഹാന്മാർ രേഖപ്പെടുത്തുകയാണ് ഈ സുന്നത്തുകൾ പ്രധാനമായും 6 എണ്ണമാണ്. നന്നായി ശ്രദ്ധിക്കണം നിങ്ങൾ. സുന്നലി സ്വാഇമിൻ, നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് സുന്നത്താണ്. വസുന്നലി സ്വാഇമി റമളാന, റമദാൻ മാസത്തിലെ നോമ്പ് നോൽക്കുന്ന ആൾക്ക് സുന്നത്താണ്. വഗൈരിഹി, റമദാൻ അല്ലാത്ത നോമ്പാണെങ്കിലും ശരി അവർക്കൊക്കെ സുന്നത്താണ്. തസഹുറുൻ, അത്തായം കഴിക്കൽ സുന്നത്താണ്. അപ്പൊ നോമ്പ് കാലത്ത് നോമ്പിന്റെ ഒരു സുന്നത്താണ് അത്തായം കഴിക്കുക എന്നത്. അതൊരു സുന്നത്താണ്. ഈ അത്തായത്തിൽ തന്നെ വേറെ ചില സുന്നത്തുകളുണ്ട്. അത്തായത്തെ പിന്തിക്കുക എന്നതും സുന്നത്താണ്. അത്തായത്തിന്റെ സമയം തുടങ്ങുന്നത് അർദ്ധരാത്രി മുതലാണ്. അത്താഴത്തെ പിന്തിക്കുക എന്നതും സുന്നത്താണ്. മാലം സുബയുടെ സമയം ആയിട്ടുണ്ടോ എന്ന് സംശയത്തിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ അല്ലാതെ. മഹാന്മാരായ സ്വഹാബികൾ അത്തായം കഴിച്ച് 50 ആയത്ത് ഓതാൻ ഉള്ള സമയം കണ്ടായിരുന്നവർ അത്തായത്തിൽ നിന്ന് വിരമിച്ചിരുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോ അത്തായം കഴിക്കൽ സുന്നത്താണ്. അത്തായം പരമാവധി പിന്തിക്കലും സുന്നത്താണ്. ഫജ്റു സ്വാദിഖ് ആയി പോകരുത്, സുബയുടെ സമയമാവരുത്. വകൗനുഹു അലാ തംറിൻ, അതേപോലെ അത്തായത്തിൽ ഈത്തപ്പഴം ഉൾപ്പെടുത്തൽ സുന്നത്താണ്. തംർ, കാരക്ക ഉൾപ്പെടുത്തൽ സുന്നത്താണ്. അത്താഴത്തിൽ കാരക്ക ഉൾപ്പെടുത്തൽ സുന്നത്താണ്. കൗനുഹു അലാ തംറിൻ, അത്താഴം കാരക്ക കൊണ്ടാവുക എന്നത് പ്രത്യേകം സുന്നത്തുണ്ട്. മാത്രമല്ല അത്തായം എന്ന സുന്നത്ത് കിട്ടാൻ വയഹ്സുലു വലൗ ബിജർഅതി മാഇൻ, ഒരിറക്ക് വെള്ളം കുടിച്ചാലും മതി അത്താഴം എന്ന അസ്ലു സുന്നത്ത് കിട്ടുവാൻ. അത്തായം കഴിക്കാന്നുള്ള സുന്നത്ത് കിട്ടാൻ ആ സമയത്ത് അർദ്ധരാത്രിക്ക് ശേഷം സുബഹിയുടെ മുമ്പായി, ഫജ്റു സ്വാദിഖിന് മുമ്പായി ഒരിറക്ക് വെള്ളം അത്തായം കഴിക്കുന്നു എന്നുള്ള നിയ്യത്തിൽ കുടിച്ചാലും മതി. എന്നാലും അത്തായത്തിന്റെ അസ്ലു സുന്നത്ത് കിട്ടും. വയദ്ഖുലു വഖ്തുഹു, അത്തായത്തിന്റെ സമയം തുടങ്ങുന്നത് ബിനിസ്ഫിൽ ലൈലി, അർദ്ധരാത്രി മുതലാണ്. വഹിക്മത്തുഹു, അത്തായം കഴിക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? അത്തഖവ്വി, നോമ്പ് നോൽക്കാനുള്ള കഴിവ്, ആരോഗ്യം നേടുക എന്നതാണ്. അല്ലെങ്കിൽ ഔ മുഖാലഫത്തു അഹ്ലിൽ കിതാബ്, അഹ്ലു കിതാബിനെ, ജൂത ക്രൈസ്തവരെ അവരുടെ നോമ്പിനോട് എതിരാവലാണ്. അവർക്ക് നോമ്പുണ്ട്, പക്ഷെ ആ നോമ്പിന് അത്തായില്ല. അപ്പൊ അവരുടെ പ്രവർത്തനത്തോട് എതിരാവലാണ്. രണ്ടാളൊരു ലക്ഷ്യത്തിലാണ് അത്താഴം കഴിക്കണം എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സുന്നത്താക്കി കൽപ്പിച്ചത്. അത്തായം കൊണ്ട് ഒരുപാട് നേട്ടമുണ്ട്. ചില ആളുകളുണ്ട് അത്തായം കഴിക്കാതെ തന്നെ നോമ്പ് വിൽക്കുന്നുള്ളൂ. ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ ശരിയാവില്ല. ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ വയറിനൊരു അസ്വസ്ഥതയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവർ കേട്ടോളൂ, അത്തായം സുന്നത്താണ്. ആ നല്ല നെയ്യത്തിൽ അങ്ങ് കഴിച്ചാൽ എല്ലാ പ്രശ്നവും മാറുക ചെയ്യാം. അന ഇന്ദ അബ്ദി ലന്നി ബി, അന ഇന്ദ ലന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ എങ്ങനെ വിചാരിക്കുന്നുവോ അങ്ങനെയാണ് ഞാൻ. ഒരാൾ വിചാരിക്കുക ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയമില്ലല്ലോ, ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ വയറിന് പ്രശ്നം വിചാരിച്ചാൽ അയാൾക്ക് പ്രശ്നം ഉണ്ടാവും. പക്ഷേ അത്താഴത്തിൽ ആ പ്രശ്നം ഉണ്ടാവൂല. എന്തുകൊണ്ട്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അത്തായം ബർക്കത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത ഹദീഥല്ല, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീത്താണ്. അനസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തസഹറൂ, നിങ്ങൾ അത്തായം കഴിക്കണേ ഉമ്മത്തെ, ഫഇന്ന ഫി സുഹൂരി ബർക, അത്തായത്തിൽ ബർക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ അത്തായം ബർക്കത്താന്ന് പറഞ്ഞാൽ അത് നല്ല നെയ്യത്തോടെ കഴിച്ചാൽ വയറിനല്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല, വലിയ ബർക്കത്താണത്. മഹാനായ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം നസായി ഉദ്ധരിച്ച സംഭവമാ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അത്താഴം കഴിക്കുമ്പോ ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കയറി വന്നു. അൻ റജുലിൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി പറയുകയാണ്, ദഖൽതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. വഹുവ യതസഹറു, ഞാൻ ചെല്ലുമ്പോൾ റസൂലുള്ളാഹി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖാൽ, അല്ലാഹുവിന്റെ ഹബീബ് അപ്പോൾ പറഞ്ഞു, ഇന്നഹാ ബർക, അത്താഴം ബർക്കത്താണ്. അഅതാകുമുല്ലാഹു ഇയ്യാഹാ, അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയൊരു സൗഭാഗ്യമാണ് അത്താഴം. ഫലാ തദഊഹു, അതുകൊണ്ട് നിങ്ങൾ ആരും അത്താഴം ഉപേക്ഷിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്താഴം കഴിക്കൽ പ്രത്യേകം സുന്നത്താണ്, നോമ്പിന്റെ, ഉപേക്ഷിക്കരുത്. മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയാൻ, അബൂദാവൂദ് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവർകൾ പറയുന്നു, ദഅനി റസൂലുള്ളാഹ്, ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നെ ഇലസുഹൂരി, അത്താഴത്തിലേക്ക് ക്ഷണിച്ചു, അത്താഴം കഴിക്കാൻ ക്ഷണിച്ചു. അപ്പൊ അങ്ങനെയും ക്ഷണിക്കാം, നോമ്പ് ഉറക്കാൻ മാത്രല്ല അത്താഴത്തിനും ആള് ക്ഷണിക്കാം. പല മഹല്ലിലും ഉണ്ട്, പല വീട്ടുകാരും അത്താഴത്തിന് ഉസ്താമാർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കണമല്ലോ. എന്നാ വിരളമെങ്കിലും ചില ആൾക്കാരൊക്കെ പറയില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അനുഭവമില്ല. ആ സമയത്തൊക്കെ ഇപ്പൊ മൗലവിമാർക്ക് ഭക്ഷണം കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാന്നൊക്കെ പറയണല്ലോ. അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അത്താഴം കഴിക്കാൻ വേണ്ടി പുണ്യനബി എന്നെ ക്ഷണിച്ചു. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയാൻ, ഫീ റമളാന, റമളാൻ മാസത്തിൽ, ഫഖാൽ, അല്ലാഹുവിന്റെ ഹബീബ് എന്നെ അത്താഴത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞത്, ഹലുമ്മ ഇലൽ ഖിദാഇൽ മുബാറക്, ബർക്കത്തുള്ള ഭക്ഷണം കഴിക്കാൻ വരൂ എന്നാണ്. ഹലുമ്മ ഇലൽ ഖദാഇൽ മുബാറക്, ബർക്കത്തുള്ള ഭക്ഷണം കഴിക്കാൻ വരൂ എന്നാണ് പുണ്യനബി എന്നോട് പറഞ്ഞത്. അപ്പോ അത്താഴം ബർക്കത്തുള്ള ഭക്ഷണമാണ്. അപ്പൊ നമ്മൾ നെല്ലായുസും ആ ഭക്ഷണത്തിന് മുമ്പിൽ, അത്താഴത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഓർമ്മ വേണം നമുക്ക്, ബർക്കത്തുള്ള ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത് എന്ന്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറഞ്ഞു, അസ്സുഹൂറു കുല്ലുഹു ബർക, അത്താഴം മുഴുവനും ബർക്കത്താണ്. ഫലാ തദഊഹു, അത്താഴം നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലൗ അൻ യജ്റഅ അഹദുകും ജർഅതൻ മിൻ മാഇൻ, അത് നിങ്ങൾ ഒരു ഇറക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ശരി, അത്താഴം വലിയ രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു ഇറക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ശരി, നിങ്ങൾ അത്താഴം ഉപേക്ഷിക്കരുത്, അത്താഴം കഴിക്കണം. എന്തുകൊണ്ട്? ഫഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല, വമലായികതുഹു, അല്ലാഹുവിന്റെ മലക്കുകളും, യുസല്ലൂന അലൽ മുതസ്സഹിരീൻ, അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകളും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അനുഗ്രഹ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മളെ മനസ്സിൽ വേണം. ഇതാരെങ്കിലും ഉദ്ധരിച്ച ഹദീസല്ല, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്. അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹ പ്രാർത്ഥനയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു അനുഗ്രഹം വർഷിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ, ലൈസ അലൈഹിം ഹിസാബ്, അവരുടെ മേൽ വിചാരണയില്ല, ഫീമാ തഇമു, അവർ കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അപ്പൊ മൂന്ന് വിഭാഗം ആളുകൾ കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലാഹു അവരുടെ വിചാരണ ചെയ്യുകയേ ഇല്ല. വിചാരണ എന്ന വലിയൊരു സംഗതിയാണല്ലോ.
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയായത് മുതൽ മരിക്കുന്നവരെ ഓരോ സെക്കൻഡിലും അയാൾ വന്നുപോയ എല്ലാ കാര്യവും അല്ലാഹു വിചാരണ ചെയ്യുമല്ലോ. വഇന്നാ അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. എല്ലാം അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കുന്നുണ്ടല്ലോ. എന്നാൽ 3 വിഭാഗം ആളുകൾ കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ വിചാരണ നടത്തൂല. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഹിസാബുണ്ട്, ഈ 3 ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലാതെ. അപ്പൊ വിവാഹത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം, നമ്മൾ കഴിച്ച ഭക്ഷണം, വീട്ടിനകത്തുണ്ടാക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണം, എല്ലാത്തിന്റെ കാര്യത്തിൽ ഹിസാബുണ്ട്. 3 ഭക്ഷണങ്ങളൊഴികെ ഇൻഷാ അല്ലാ. ഏതൊക്കെയാണ് ആ ഭക്ഷണം? ഇദാകാന ഹലാല, ആ ഭക്ഷണം ഹലാലായാൽ കഴിക്കുന്ന 3 ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഹിസാബുണ്ടാവില്ല. ഒന്ന് അസ്വാഇം, നോമ്പുകാരൻ കഴിക്കുന്ന ഭക്ഷണം. നോമ്പുകാരൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ, അതിന്റെ കാര്യത്തിൽ വിചാരണ ഉണ്ടാവില്ല. വൽ മുതസഹിറു, അത്തായം കഴിക്കുന്ന ആൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലും വിചാരണയില്ല. വൽ മുറാബിതു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്ന ആളുകൾ, അവരെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലും വിചാരണ ഉണ്ടാവില്ല. ആ ഭക്ഷണം ഹലാലാണെങ്കിൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്തായം ഇത്ര പുണ്യമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം? ചില ആളുകൾ അത്തായത്തെ അവഗണിക്കാറുണ്ട്. ചില ആളുകൾക്ക് അത്തായത്തെക്കാളും വലുത് ഉറക്കായി പോകാറുണ്ട്. ശ്രദ്ധിക്കാനാണ്. അതേപോലെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്തായത്തിൽ ഈത്തപ്പഴം ഉൾപ്പെടുത്തണമെന്ന്. അൻ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങൾ പറഞ്ഞു നിഅമസ്സുഹൂറു അത്തംറു, ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക എത്ര നല്ല 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 അത്താഴത്തിന്റെ ഭക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്താഴത്തിൽ ഈ കാരക്ക ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാ, പുണ്യ നബിയുടെ സുന്നത്താ. മാത്രമല്ല വഖാല, അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്തു, അത്താഴത്തിൽ ഈത്തപ്പഴം ഉൾപ്പെടുത്തുന്ന ആളുകൾക്ക് യർഹമുല്ലാഹുൽ മുതസഹിരീൻ, അല്ലാഹു തആല അത്താഴം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന് പുണ്യനബി ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആ ഉണ്ട്, റസൂലുള്ളാഹിന്റെ ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ലല്ലോ. അപ്പൊ അത്താഴത്തിൽ ഈത്തപ്പഴം കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ അത് അല്ലാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്ത് കൂടെ അതിലേക്ക് ചേരുകയായി. യർഹമുല്ലാഹുൽ മുതസഹിരീൻ, അത്താഴം കഴിക്കുന്നവർക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന്, അല്ലാഹു ഗുണം ചെയ്യട്ടെ എന്ന്. ഇത് ആദ്യത്തെ 10 ആണല്ലോ, റഹ്മത്തിന്റെ 10. അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ മനുഷ്യൻ ചെയ്യേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിൽ നോമ്പിൽ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ ചെയ്യേണ്ട ഒരു കാര്യം അത്താഴം കഴിക്കുകയാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കാര്യങ്ങളോട് പറയേണ്ടതുണ്ട്, വേഗം പോവാണ്. മാത്രമല്ല വസുന്ന, സുന്നത്തുണ്ട്. ഗസ്ലുൻ അൻ നഹ്വി ജനാബ, ജനാബത്തുണ്ടായ പിന്നെ കുളി നിർബന്ധമാണല്ലോ, വലിയ ശുദ്ധി ഉണ്ടായ. ജനാബത്ത് പോലോത്തതിന് വേണ്ടി കുളിക്കുക. അപ്പൊ അല്ലാത്ത കുളിയാണെങ്കിൽ ആ കുളി ഖബല ഫജ്രിൻ, സുബഹിയുടെ മുമ്പ് കുളിക്കൽ സുന്നത്താണ്. എന്തുകൊണ്ടല്ലേ? അല്ല യസ്വിലൽ മാഉ ഇലാ ബാത്തിനി ഉദുനിഹി ഔ ദുബരിഹി, വെള്ളം കുളിക്കുമ്പോൾ വെള്ളം ചെവിക്കകത്തോ അതേപോലെ ഗുഹ്യ ഭാഗങ്ങളിലൂടെ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണ് സുബഹിയുടെ മുമ്പ് തന്നെ കുളിക്കൽ സുന്നത്താണ് നോമ്പുകാരന്. വസുന്ന, സി എച്ച് ഉസ്താദ് ആ കൂട്ടത്തിലായിരുന്നു, സുബഹിയുടെ മുമ്പ് കുളിക്കുന്ന കൂട്ടത്തിൽ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു സുന്നത്താണ് വസുന്നത തയ്യിബുൻ വഖ്ത സഹരിൻ, അത്താഴത്തിന്റെ സമയത്ത് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് സുഗന്ധദ്രവ്യം പൂശ, അല്ലെങ്കിൽ അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുക എന്നതും സുന്നത്താണ്. രണ്ടാമത്തെ സുന്നത്ത്, നോമിന്റെ പ്രത്യേകമായ സുന്നത്ത് രണ്ടാമത്തത് തഅജീലു ഫിത്രിൻ. ഒന്ന് നമ്മൾ പറഞ്ഞു അത്താഴം കഴിക്കുക, മറ്റതൊക്കെ നമ്മൾ അത്താഴവുമായി ബന്ധപ്പെട്ട വേറെ സുന്നത്തുകൾ പറഞ്ഞതാണ്. 2 വതഅജീലു ഫിത്രിൻ, സമയമായാൽ നോമ്പ് തുറക്കുന്നത്
വേഗത്തിലാക്കുക എന്ന് പറഞ്ഞാല് അസ്തമയം ഉറപ്പായ പിന്നെ നോമ്പ് തുറക്കുക. അതും റസൂലുള്ളാഹിന്റെ സുന്നത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേഗം നോമ്പുറക്കുക എന്ന് പറഞ്ഞ അർത്ഥം സമയമാണ് എന്റെ ഉമ്മന്റെ മഗ്‌രിബാൻ കൊടുക്കാന്നല്ല. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. ഓരെല്ലാ ജനങ്ങളും നോമ്പും ബാത്തിലാക്കണമല്ല, ഫസാദാക്കണമല്ല. ഓല് മഗ്‌രിബിന് സാധാരണ സമയമാണ് അതിന്റെ ഒരു 5-10 മിനിറ്റ് മുമ്പ് കൊടുക്കും, 5 മിനിറ്റ്. അതല്ല, അസ്തമയത്തിന്റെ സമയം ഉറപ്പാക്കി കഴിഞ്ഞാൽ തഅജീലു ഫിത്ർ. അങ്ങനെ ഒരുപാട് പള്ളിയുണ്ട് കേരളത്തിൽ. ഒരു വിഭാഗത്തിന്റെ പള്ളി ഓല് എപ്പോഴും മഗ്‌രിബ് നേരത്തെ കൊടുക്കും, സുബൈ വൈകിയും കൊടുക്കും. ഒരുപാട് ആളുകൾ നോമ്പത് മുഖേന ഫസാദായി പോകും. തഅജീലു ഫിത്രിൻ, അസ്തമയം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ വേഗം നോമ്പ് തുറക്കുക. വതഖദീം, അതും സുന്നത്താൻ. വതഖദീമുഹു അലസ്വലാ, ബാങ്ക് കൊടുത്താൽ നോമ്പ് മുറിക്കലാണോ ആദ്യം ചെയ്യേണ്ടതല്ല മഗ്‌രിബ് നിസ്കരിക്കുകയാണോ? വതഖദീമുഹു അലസ്വലാ, നോമ്പ് മുറിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്, പിന്നെ നിസ്കരിച്ചാ മതി. വകൗനുഹു ബിതംറിൻ, ഈ നോമ്പ് മുറിക്കുക എന്നത് കാരക്ക കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ കാവുക, അത് സുന്നത്താണ്. ലിൽ അംരി ബിഹി, ഈത്തപ്പഴം കൊണ്ട് അല്ലെങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമയമായാൽ വേഗം നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കലും തുറപ്പിക്കലും ഇതാ നമ്മുടെ വിഷയം. വൽ അക്മലു, നോമ്പ് തുറക്കുമ്പോ ഈത്തപ്പഴം ഉപയോഗിക്കുന്നതിന്റെ പൂർണ്ണമായ രീതി എങ്ങനെയാ? അയ്യകൂന ബിസലാത്തിൻ, 3 ഈത്തപ്പഴം അല്ലെങ്കിൽ 3 കാരക്ക കൊണ്ടാവുക. ഫഇല്ലം യജിദുഹു, കാരക്കയോ ഈത്തപ്പഴമോ അയാൾക്ക് കിട്ടിയില്ല എന്നാലോ ഫഅലാ ഹസവാതി മാഇൻ, അപ്പൊ പിന്നെ വെള്ളം കൊണ്ട്. അപ്പൊ നോമ്പ് വേഗം തുറക്കുക, അതുതന്നെ ഈ കാരക്ക കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ ആവുക. അത് കിട്ടിയില്ല എങ്കിൽ പിന്നെ വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാ ഒരാളുടെ കയ്യിൽ ഈത്തപ്പഴുണ്ട്, പക്ഷെ ആ ഈത്തപ്പഴക്ക് കൊണ്ടുപോയി കൊടുത്തത് പലിശ ഇടപാടുമായൊക്കെ ബന്ധപ്പെട്ട ഒരാളാന്ന് വിചാരിക്കുക. പല ഭക്ഷണ വിതരണവും നടക്കുന്ന കൂട്ടത്തിൽ അയാൾക്ക് ഈത്തപ്പഴം കൊടുത്ത ഒരാൾ, പക്ഷെ അയാൾ പലിശ ഇടപാടുള്ള ആളാണ്, പലിശ വാങ്ങണ ആളാണ്. അപ്പൊ ഇയാള് ചിലപ്പോ അല്ലാത്ത പൈസ അയാളെ കയ്യിലുണ്ടാവും, പക്ഷെ ഇയാൾ തന്ന ഈത്തപ്പഴം ഏത് പൈസ കൊണ്ട് വാങ്ങിയാന്ന് അറിയില്ലല്ലോ. അപ്പൊ ശുഭത്തിന്റെ മുതൽ എന്ന് അതിന് പറയാം. അവ്യക്തതയുണ്ട്. അങ്ങനെയുള്ള ഈത്തപ്പഴം ഒരാളുടെ കയ്യിലുണ്ട്. പിന്നെ പച്ചവെള്ളം ഉണ്ടായല്ലോ മുമ്പിൽ. പച്ചവെള്ളം നല്ല ഹലാലായ പച്ചവെള്ളം, നമ്മളെ തന്നെ പൈസ കൊണ്ട് നല്ല ഹലാലായ പൈസ കൊണ്ട് കുത്തിയ കിണറിലെ വെള്ളം. അതായത് നമ്മൾ പറഞ്ഞല്ലോ നോമ്പ് തുറക്കാൻ ഈത്തപ്പഴമാണ് ശ്രേഷ്ഠത, ഈത്തപ്പഴമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന്. എന്നാൽ കയ്യിലുള്ള ഈത്തപ്പഴം ശുബഹത്തിന്റെ ഈത്തപ്പഴമാണ്, ശുദ്ധമായ വെള്ളമുണ്ട്. എന്നാൽ വെള്ളമാണ് അഫ്ളല് എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അപ്പൊ നോമ്പ് തുറക്കണ സമയത്തോ അത്താഴം കഴിക്കുമ്പോഴൊന്നും ഹറാമിന്റെ ഭക്ഷണമോ ശുബഹത്തിന്റെ ഭക്ഷണമോ ചേരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഹറാമ് തീരെ പാടില്ല, ശുബഹത്തിൽ ചേരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോ വേഗം നോമ്പ് തുറക്കുക. അത് കാരക്ക കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ ആവുക. അതുതന്നെ 3 ഈത്തപ്പഴം അല്ലെങ്കിൽ 3 കാരക്ക ഉപയോഗിക്കുക ഒരാൾ. അതില്ലെങ്കിൽ പിന്നെ പച്ചവെള്ളം കൊണ്ടാവുക. ഒന്നുമില്ല പിന്നെ ഏതുകൊണ്ടും നോമ്പ് തുറക്കുക. ഏറ്റവും ശ്രേഷ്ഠം ഇതുകൊണ്ടാണ്. അല്ല പിന്നെ മുന്തിരിയാവാ, അങ്ങനൊക്കാവാം. നോമ്പ് തുറന്ന ഉടനെ പറയലും സുന്നത്താണ്. ഇതൊക്കെ നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സുന്നത്താണ്. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് പറയൽ സുന്നത്താണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലക സുംതു, നിനക്ക് വേണ്ടിയാണ് ഞാൻ നോമ്പ് നോറ്റത്. വഅലാ റിസ്ഖിക അഫ്തർതു, നീ തന്ന ഭക്ഷണത്തിന്റെ മുകളിലാണ് ഞാൻ നോമ്പ് തുറക്കുകയും ചെയ്യുന്നത് റബ്ബേ എന്ന് പറയാം. അത് സുന്നത്താ. പിന്നെയോ വയസീദു മൻ അഫ്തറ ബിൽ മാഇ, വെള്ളം കൊണ്ട് നോമ്പ് തുറന്ന ആളാണെങ്കിൽ അയാൾ ഒരു ദിക്റും കൂടി കൂട്ടിച്ചൊല്ലണം. എന്താണത്? ഈ സുന്നത്തൊന്നും നമ്മൾ വിടാതിരിക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ട്? നോമ്പിനോട് അനുബന്ധിച്ചുള്ള ഈ സുന്നത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ്
നമ്മുടെ നോമ്പ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമാവുക എന്ന് നമ്മൾ ഈ വിഷയത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞല്ലോ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഈ സുന്നത്തുകൾ ഉള്ള നോമ്പും ഇല്ലാത്ത നോമ്പും തമ്മിൽ വലിയ വ്യത്യാസമാണ്. അതുകൊണ്ട് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോ ഈത്തപ്പഴം വെള്ളം കൂടി ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ വളരെ നന്നായി, രണ്ടും കൂടെ ചേർത്തുമാകാം. അപ്പൊ വെള്ളം കൊണ്ട് തുറക്കുന്ന ആൾ പറയണം ദാഹം പോയി മറഞ്ഞിരിക്കുന്നു. ശരീരത്തിലെ നാടി ഞരമ്പുകളൊക്കെ നനഞ്ഞിരിക്കുകയാ. എന്റെ അള്ളാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് ഈ നോമ്പിന്റെ കൂലി സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ദിക്റ് ചൊല്ലൽ സുന്നത്താണ്. ഇതൊക്കെ നോമ്പ് തുറക്കുന്നതിനോടനുബന്ധിച്ചുള്ള സുന്നത്താണ്. വസുന്ന, അതേപോലെ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു കഫ്ഫു നഫ്സിൻ അൻ തുആമിൻ ഫീഹി ശുബ്ഹ, ശുബ്ഹത്തുള്ള ഹറാമോ ഹലാലോ എന്ന് തിരിയാത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക. അതേപോലെ വശഹ്വത്തിൻ മുബാഹ, അല്ലാഹു തആല അനുവദിച്ചിരിക്കുന്ന ശഹ്വത്തുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കലും വലിയ പുണ്യമുള്ള കാര്യം, നോമ്പിന്റെ മാഹാത്മ്യത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഹബ്ബ ഇബാദി ഇലയ്യ അജലുഹും ഫിത്റാ. എന്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പുകാരാരാ? അജലുഹും ഫിത്റാ, വേഗം നോമ്പ് തുറക്കുന്ന നോമ്പുകാരാൻ. അപ്പൊ ഒരാള് വേഗം നോമ്പ് തുറന്നു, സമയായപാട് നോമ്പ് തുറന്നു, ഒരാള് പിന്തിച്ചു. രണ്ടുപേരിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം വേഗം നോമ്പ് തുറന്ന ആളെ. മഹാനായ അലി ഇബ്നു മുർറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസ, മൂന്ന് കാര്യം, യുഹിബ്ബുഹല്ലാഹ്, ആ മൂന്ന് കാര്യം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. തഅജീലുൽ ഇഫ്താരി, ഒന്ന് വേഗം നോമ്പ് മുറിക്കുക, സമയമായാൽ നോമ്പ് മുറിക്കുക, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. രണ്ട്, വതഖീറുസ് സുഹൂർ, അത്തായം പിന്തിക്കുക, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ മൂന്ന്, വളർബുൽ യദൈനി ഇഹ്ദാഹുമാ അലൽ ഉഖറാ ഫിസ്സലാ, നിസ്കാരത്തിൽ ഒരു കൈയിന്റെ മുകളിൽ മറ്റേ കൈ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് ഖിയാമിൽ ഇടത്തെ കൈയിന്റെ മുകളിൽ നമ്മൾ വലത്തെ കൈ വെച്ച് കെട്ടി നിൽക്കുമല്ലോ, അതും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഈ മൂന്ന് കാര്യം അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നപ്പോ വേഗം തുറക്കാന്നർത്ഥം. മഹാനായ സഅദ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം ബുഖാരിയും മുസ്ലിമും ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈർ മാ അജ്ജലുൽ ഫിത്റ, വേഗം നോമ്പ് തുറക്കുന്ന കാലമത്രയും എന്റെ ഉമ്മത്തിന് അല്ലാഹു തആല നന്മ ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോമ്പ് തുറക്കലും തുറപ്പിക്കലും, അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. നോമ്പിന്റെ മൂന്നാമത്തെ സുന്നത്ത് വതർക്കു സിവാകി ബഅദസ്സവാൽ, ളുഹുറിന് ശേഷം പിന്നെ മിസ്വാക്ക് ചെയ്യൽ ഉപേക്ഷിക്കലാണ്. ളുഹുർ കഴിഞ്ഞാൽ പിന്നെ പല്ല് തേക്കരുത്. വയുക്റഹു സിവാകും ബഅദസ്സവാലി, ചില മഹാന്മാർ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ഉച്ച കഴിഞ്ഞാൽ പിന്നെ മിസ്വാക്ക് ചെയ്യുക എന്നത് കറാഹത്താണ്. ഇപ്പൊ ഒരാൾ ഉറങ്ങി ഉച്ചന്റെ ശേഷം, ഉച്ചക്ക് ശേഷം ഉറങ്ങി എഴുന്നേറ്റ വായിക്കൊരു നാട്ടുണ്ടാവല്ലോ, എന്നാലും മിസ്വാക്ക് ചെയ്യരുത്. ഔ അകല കരീഹന്നാസിയ, അല്ലെങ്കിൽ നോമ്പുകാരനായിരിക്കെ ഒരാൾ വാസനയുള്ള എന്തെങ്കിലും ഒന്ന് കഴിച്ചുപോയി, മറന്നു കഴിച്ചുപോയി, അപ്പൊ വായാകെ വാസനിക്കുന്നു, എന്നാലും മിസ്വാക്ക് ചെയ്യരുത്. മിസ്വാക്ക് സുന്നത്താണ്. മിസ്വാക്ക് സുന്നത്താണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം,
ലഖലൂഫു ഫമിസ്വായിം, നോമ്പ് നോറ്റ ആളുടെ വായിൽ നിന്ന് വരുന്ന വാസനയുണ്ടല്ലോ, അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് അള്ളാഹുവിന്റെ അടുത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വായക്കൊക്കെ പകർച്ച വന്ന് ദുർഗം വന്നാൽ മിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ട്. എന്നാലും മിസ്വാക്ക് ഉപേക്ഷിക്കലാണ് സുന്നത്ത്. അതേപോലെ നോമ്പുകാരന് മുഅക്കദായ സുന്നത്തിൽപ്പെട്ടതാ ഖഫുൽ ലിസാനി അൻ കുല്ലി മഹറൂമിൻ, നാവ് കൊണ്ട് ഒരു ഹറാമും പറയാതെ നാവിനെ സൂക്ഷിക്കുക എന്നത് ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ സംബന്ധമായ കാര്യങ്ങൾ മെനിഞ്ഞാന്ന് പറഞ്ഞു. നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും എന്ന്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നോമ്പ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഏതാണ് നാലാമത്തെ സുന്നത്ത്? വഇക്താറു തിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതലാണ്. വഇക്താറു തിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക നോമ്പിന്റെ പ്രത്യേക സുന്നത്താണ്. ഖുർആൻ എന്നും ഓതണ്ടേ, പക്ഷെ നോമ്പിന് പ്രത്യേക സുന്നത്താണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും പ്രത്യേകം ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഖുർആനും റമദാൻ എന്ന് പറഞ്ഞ വിഷയം സംസാരിച്ചപ്പോൾ നമ്മൾ ആ കാര്യം പറഞ്ഞതാണ്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻ, നമ്മുടെ മദ്ഹബിന്റെ പണ്ഡിതനാ മഹാനവർകൾ എല്ലാ ദിവസവും ഒരു തവണ ഖുർആൻ ഖത്മ് തീർക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധ റമദാനായാൽ എല്ലാ ദിവസവും 2 തവണ ഖുർആൻ ഖത്മ് ഓതി തീർക്കാറുണ്ടായിരുന്നു. 2 തവണ, റമദാനായാൽ 2 തവണ ഖുർആൻ ഖത്മ് തീർക്കാറുണ്ടായിരുന്നു. അപ്പൊ പരിശുദ്ധ റമദാനിൽ ഖുർആൻ ധാരാളമായി ഓതുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നോമ്പ് 28 എല്ലാവരും ഒരു തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ ഖത്മ് ഓതി തീർക്കണം. 29 അന്ന് പകൽ ഇൻഷാ അല്ലാഹ് ഖത്മുൽ ഖുർആൻ ദുആ ഉണ്ടാകും. നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഖത്മുൽ ഖുർആൻ നടത്തും. എല്ലാവരും നോമ്പ് 28 ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഖുർആൻ ഖത്മ് ഓതി തീർക്കണം. മഹാന്മാരായ സ്വഹാബികൾ, ഒരാൾ ഖുർആൻ ഖത്മ് ഓതി തീരാനായാൽ പിന്നെ ആ ആള് ഖത്മ് ചെയ്യുന്ന സദസ്സിൽ പങ്കെടുക്കുകയായിരുന്നു. എന്തുകൊണ്ട് അറിയും? ഖുർആൻ ഖത്മ് തീർക്കുന്ന സദസ്സിൽ പ്രത്യേക അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് മഹാന്മാരായ സ്വഹാബികൾ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം റമദാൻ 29 പകൽ, 28 എല്ലാവരും പൂർത്തിയാക്കുക. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും ഇൻഷാ അല്ലാഹ് ഒന്നിലേറെ തീർക്കുക. എന്നിട്ട് നമുക്ക് 29 പകൽ ദുആ ചെയ്യണം. അല്ലാഹു തആല ഈ കൊല്ലത്തെ റമദാന് സ്വാഗതം ചെയ്യാൻ തൗഫീഖ് ചെയ്ത പോലെ അല്ലാഹു ഒരുപാട് റമദാനുകൾ സ്വാഗതം ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഓതണം. ഖുർആൻ ഏറ്റവും നല്ല മരുന്നാന്നും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ. രോഗത്തിനുള്ള മരുന്നാൻ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ശിഫാ ഇറക്കുന്നുണ്ട് എന്ന് അല്ലാഹു. ഖുർആനോട് ഓതിയ ഒരുവിധം രോഗം ശരീരത്തേക്ക് വരൂല. മാരക രോഗത്തിൽ നിന്ന് അല്ലാഹു ആ ശരീരങ്ങളെ രക്ഷപ്പെടുത്തും. നമ്മൾ പറഞ്ഞില്ലേ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം അന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഖുർആൻ റമദാൻ എന്ന് പറഞ്ഞ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്? അയാൾക്ക് നരകിച്ചുള്ള മരണം ഉണ്ടാവുകയില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ സ്ഥിരമായി ഓതുന്ന ആളുകൾക്ക് ഖുർആൻ നന്നായി മുറുകെ പിടിച്ചോളൂ. ഒന്നിലേറെ തവണ ഓതിക്കോളൂ. അല്ലാഹു തആല ഇതൊക്കെ സ്വർഗം നേടാൻ പറ്റുന്ന അമലുകളാക്കി, സമയങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, പടച്ച റബ്ബ് തന്നെ പറഞ്ഞില്ലേ, വഅസ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വഅസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. ചില സംഗതികൾ ഉണ്ടാകണം താങ്കൾ ആഗ്രഹിക്കുന്നത്, എന്നാൽ അത് നിങ്ങൾക്ക് നാശമായിരിക്കും. വേറെ ചില സംഗതികൾ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നാ നിങ്ങൾ വിചാരിക്കുന്നത്, എന്നാൽ അത് ഖൈറായിരിക്കുമെന്ന് അല്ലാഹു. ഖൈറും ഷർറും ഒക്കെ പഠിച്ചോനെ അറിയുള്ളത്, ബേജാറാവണ്ട. അല്ലാഹു തആല ഈ പരിശുദ്ധമായ റമദാൻ, എല്ലാ റമദാനും നമുക്ക് ഇങ്ങനെ ഒഴിവിട്ടല്ലോ. ഇങ്ങനെ ഖുർആൻ ഓതാൻ ചെയ്യാറുണ്ടോ? ഇങ്ങനെ ദിക്റ് ചെല്ലാൻ കഴിയാറുണ്ടോ? ഇങ്ങനെ വേലയേക്കാൻ സമയം കിട്ടാറുണ്ടോ? ഇങ്ങനെ ദുആ ചെയ്യാനും ദുആയിൽ പങ്കെടുക്കാനും സമയം കിട്ടാറുണ്ടോ?
അബ്റഹമുറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തെന്ന വലിയ അനുഗ്രഹ. ഈ ഒഴിവ് സമയം നന്നായി ഉപയോഗപ്പെടുത്തിക്കോളൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന്റെ പ്രത്യേകമായ സുന്നത്തായി പഠിപ്പിച്ചതാ മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഇക്താറു തിലാവത്തിൽ ഖുർആൻ, ധാരാളം ഖുർആൻ ഓതുക, നന്നായി ഖുർആൻ ഓതുക. ഈ സമയങ്ങളൊക്കെ ഗുണകരമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മളെ പറഞ്ഞയച്ച തന്നെ ഇബാദത്ത് ചെയ്യാനാ. അതിൽ ഏറ്റവും പുണ്യ നബി പറഞ്ഞത് എന്റെ ഉമ്മത്ത് ചെയ്യുന്ന അമലിൽ ഏറ്റവും വലുത് ഖുർആൻ പാരായണം. ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഏതാ? അഫ്ളലുൽ ഔഖാതിൽ ഖിറാഅ, ഖുർആൻ പാരായണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം മിനൻ നഹാരി, പകലിൽ, ബഅദ സുബ്ഹി, സുബ്ഹിയുടെ ശേഷമാണ്. പകലിൽ ഖുർആൻ ഓതാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം സുബ്ഹിയുടെ ശേഷം. നമ്മളൊക്കെ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സമയം എന്നർത്ഥം പല ആൾക്കാരും. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. വമിനൽ ലൈലി, രാത്രിയിൽ ഖുർആൻ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാ? ഫിസ് സഹരി, അത്തായത്തിന്റെ സമയം. പത്തായം കഴിച്ചൊക്കെ ഇരുന്നിട്ടും അതിന്റെ മുമ്പൊക്കെ ഓതാം. പിന്നെ ഏറ്റവും ശ്രേഷ്ഠത ബൈനൽ ഇശാഅൈനി, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടക്കുള്ള സമയം. കേട്ടോളൂ, സുബഹിക്ക് ശേഷം ഖുർആൻ ഓതുന്ന ആളുകൾക്ക് വലിയൊരു സൗഭാഗ്യമുള്ള അമൽ പറഞ്ഞു തരാം. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, മൻ സ്വല്ലൽ ഫജ്റ, നമ്മൾ പറഞ്ഞല്ലോ ഖുർആൻ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബഹിന്റെ ശേഷം. മൻ സ്വല്ലൽ ഫജ്റ ഫീ ജമാഅ, ഒരാൾ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു. തുമ്മ ഖഅദ യദ്കുറുല്ലാഹ്, പിന്നെ അയാൾ ആ നിസ്കരിച്ച സ്ഥലത്തു തന്നെ ഇരുന്നു. അങ്ങനെ അള്ളാഹുവിന് ദിക്റ് ചൊല്ലി. ദിക്റിൽ ഏറ്റവും വലിയ ദിക്ർ ഖുർആനാ. അപ്പൊ ഒരാൾ ഖുർആൻ ഓതിയിട്ട് എന്തായി? സുബഹി ജമാഅത്തായി നിസ്കരിച്ചാണ്ട് അവിടെ തന്നെ ഇരുന്നു. ഏതുവരെ ഹത്താ തത്ലു അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നവരെ. തുമ്മ സല്ലാ റകഅതൈനി, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം, സൂര്യൻ ഉദിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. ഒന്നുകിൽ അത് ഇഷ്റാഖിന്റെ നിസ്കാരം എന്ന് നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കാം. അപ്പൊ എങ്ങനെ? ഇഷ്റാഖിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഖിബലക്ക് മുന്നിട്ട് അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നുവെന്ന്. അല്ലെങ്കിൽ ദുഹാ 2 റക്അത്ത്. എന്നാൽ അങ്ങനെ ഒരാൾ ചെയ്താൽ കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ, അയാൾക്ക് അല്ലാഹു തആല ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം നൽകുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അൻഹു പറയാ, പുണ്യ നബി അങ്ങനെ പറഞ്ഞു പോയതല്ല. പുണ്യ നബി 3 തവണ അങ്ങനെ പറഞ്ഞു. താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, പൂർണ്ണമായ പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി അല്ലാഹു തആല അയാൾക്ക് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പകലിൽ ഖുർആൻ ഓതാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബഹിയുടെ ശേഷം. ആ സുബഹിന്റെ ശേഷം ഇങ്ങനെ ചെയ്താൽ ഹജ്ജിന്റെ കൂടി കൂലി അവർക്ക് കിട്ടും. മറ്റൊരു ഹദീദിൽ ഇങ്ങനെ കാണുന്നത്, ലം തമസ്സ ജിൽദഹു അന്നാറ, ആ ഹദീദ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി അയാളുടെ കൈയിന്റെ തൊലി ഇങ്ങനെ പിടിച്ചു പൊന്തിച്ചിട്ട് മറ്റു സ്വഹാബികളോട് പറയാ, പുണ്യ നബി ഇങ്ങനെ പറഞ്ഞു, ലം തമസ്സ ജിൽദഹു അന്നാറ, ഇങ്ങനെ ഒരാൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതി അല്ലെങ്കിൽ ദിക്ർ ചൊല്ലി സൂര്യോദയം വരെ നിൽക്കുകയും പിന്നെ അയാൾ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അയാളുടെ ശരീരത്തെ തീ തൊടുകയേ ഇല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹ്, നരകം തൊടൂല എന്ന് റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പകലിൽ ശ്രേഷ്ഠമായ സമയം ഖുർആൻ ഓതാൻ സുബഹിന്റെ ശേഷം. രാത്രിയിലോ അത്തായത്തിന്റെ സമയം നമ്മൾ പറഞ്ഞല്ലോ, ഫിസ്സഹരി. എന്തുകൊണ്ടാണ്? ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, അത്തായത്തിന്റെ സമയത്ത് ഫജ്ർ സമയത്തുള്ള ഖുർആൻ പാരായണം കേൾക്കാൻ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നുണ്ട്. അപ്പൊ അത്തായത്തിന്റെ സമയത്ത് ആരെങ്കിലും ഖുർആൻ നീ ചോദനെങ്കിൽ ഉറപ്പിച്ചോളി, ഓല ചുറ്റുപാത്ത് മലക്കുകളുണ്ട്. ആ സമയത്തുള്ള ദുആക്ക് ഉത്തരവുണ്ടാവും. തശ്ഹദുൽ മലായിക, മലക്കുകൾ ആ ഖുർആൻ പാരായണത്തിന് സാക്ഷികളാകാൻ എത്തിച്ചേരും. അഞ്ചാമത്തെ സുന്നത്ത് എന്താ? ഇക്താറു ഇഅ്തികാഫിൻ,
എഴുത്തിക്കാഫ് വർദ്ധിപ്പിക്കുക നോമ്പിന്റെ 5-ാമത്തെ സുന്നത്താണ്. ഇപ്പൊ പള്ളിയിൽ കയറുമ്പോഴൊക്കെ നിയ്യത്ത് ചെയ്യുക, ഈ പള്ളിയിൽ അല്ലാഹു തആലക്ക് വേണ്ടി എഴുത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു, അതാണ് എഴുത്തിക്കാഫ്. എന്നാൽ റമദാനിന്റെ അവസാനത്തെ 10 എഴുത്തിക്കാഫ് പ്രത്യേകം പുണ്യനബി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതകിഫു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എഴുത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ 10. അപ്പൊ പലർക്കും സംശയം ഉണ്ടാവും, പള്ളിയൊക്കെ അടഞ്ഞെടുക്കല്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ചില സ്ഥലങ്ങളിലൊക്കെ 1, 2, 3 ആളുകളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കണ്ടല്ലോ, ഓൽക്കൊക്കെ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കാം. പള്ളി വ്യാപകമായി തുറന്നുപയോഗിക്കാനുള്ള അനുവാദമില്ലല്ലോ. വേറെ ചില ആളുകൾ വീട്ടിനകത്ത് പള്ളികൾ ഉള്ള ആളുകൾ ഉണ്ടാകും. വീട്ടിനകത്ത് പള്ളി എന്ന് പറഞ്ഞാൽ മുസല്ല, കാർപ്പറ്റ്, ഇങ്ങനൊക്കെയുള്ള സാധനങ്ങൾ, അതായത് ഉറപ്പിച്ചതിന് ശേഷം ഇളകണ സാധനമൊന്നും പള്ളിയിൽ വഖഫ് ചെയ്യാൻ പറ്റൂല. ഉറപ്പിച്ച സാധനങ്ങൾ പള്ളിയെ വഖഫ് ചെയ്യാം. പാണിയോ ഒക്കെ ഉപയോഗിച്ചിട്ടും ഈ മുസല്ലേ അല്ലെങ്കിൽ കാർപ്പറ്റോ അതല്ലെങ്കിൽ പിന്നെ ഈ മരക്കഷ്ണങ്ങളൊക്കെ നല്ല ഉറപ്പിച്ചു, ഭൂമിയിൽ ആണിയോ മറ്റൊക്കെ ഉപയോഗിച്ച് ഉറപ്പിച്ചിട്ട് അത് പള്ളിയായി വഖഫ് ചെയ്താൽ പള്ളിയാവുന്ന. അങ്ങനെയൊക്കെ ചില ആളുകൾ വീട്ടിനകത്ത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചെയ്യണേന് വിരോധമൊന്നുമില്ല, പക്ഷെ പള്ളിയുടെ പൂർണ്ണ ഹുക്കുമായിരിക്കും. അപ്പൊ പള്ളിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം. അതിൽ നിസ്കരിച്ചാൽ പള്ളി നിസ്കരിച്ച കൂലി കിട്ടും, എഴുത്തിക്കാഫിരുന്ന എഴുത്തിക്കാഫിന്റെ കൂലിയൊക്കെ കിട്ടും. പിന്നെ അതവിടെ നിന്ന് ഇളക്കി മാറ്റിയാൽ പിന്നെ പള്ളിയുടെ ഹുക്കുമ് നിലനിൽക്കുമോ നിലനിൽക്കില്ലേ, അതിൽ പണ്ഡിതന്മാർ 2 പക്ഷക്കാരാണ്. അത് നമ്മളെ വിഷയത്തിന്റെ ഭാഗമല്ലാത്തതിനെ കിടക്കുന്നില്ല. അപ്പൊ എഴുത്തിക്കാഫ് അവസാനത്തെ 10 എഴുത്തിക്കാഫ് പ്രത്യേകം സുന്നത്താണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനവർകൾ പറയാ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വമൻ എഅ്തകഫ യൗമാ, ഒരാൾ ഒരു ദിവസം എഅ്തികാഫിരുന്നാൽ, 10 അല്ല, അവസാനത്തെ 10 അല്ല, ഒറ്റ ദിവസം ഒരാൾ എഅ്തികാഫിരുന്നാൽ, ഇബ്തിഗാ വജ്ഹില്ലാ, അല്ലാഹുവിൽ നിന്നുള്ള കൂലിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഒരൊറ്റ ദിവസം എഅ്തികാഫിരുന്നാൽ, ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി 3 ഖനാദിഖ, അല്ലാഹു തആല അയാളുടെയും നരകത്തിന്റെയും ഇടയിൽ 3 കിടങ്ങുകൾ അല്ലാഹു നിർമ്മിക്കുന്നതാണ്. ഓരോ കിടങ്ങിന്റെ വിശാലത എത്രയാ? കുല്ലു ഖന്ദഖിൻ, ഓരോ കിടങ്ങും, അബ്അദു മിമ്മാ ബൈനൽ ഖാഫിഖൈൻ, കിഴക്ക് നിന്ന് പടിഞ്ഞാറ് എത്ര ദൂരമുണ്ടോ അത്ര ദൂരെയാണ് ഓരോ കിടങ്ങിന്റെയും ദൂരം. ഒരൊറ്റ ദിവസം ഒരാൾ അള്ളാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിച്ച് എഴുത്തിക്കാഫിരുന്നാൽ അയാളുടെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു 3 കിടങ്ങുകൾ നിർമ്മിക്കുന്നതാണ്. ഈ പറഞ്ഞ ദൂരത്തിലുള്ള 3 കിടങ്ങുകൾ. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഇഅ്തഖഫ 10 ഫീ റമളാന, ഒരാൾ റമളാനിലെ അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫിരുന്നാൽ, കാന കഹജ്ജതൈനി വ ഉംറതൈൻ, 2 ഹജ്ജും 2 ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു അയാൾക്ക് നൽകുന്നതാണ്. അല്ലേ, 2 ഹജ്ജും 2 ഉംറയും ചെയ്തു വരണമെങ്കിൽ എത്ര ദിവസം മെനക്കെടണം, എത്ര സമ്പത്ത് ഉപയോഗിക്കണം, എത്ര അധ്വാനം ഉണ്ട്. എന്നാ 10 ദിവസം ഇഅ്തികാഫിരുന്ന 2 ഹജ്ജിന്റെ 2 ഉംറന്റെ കൂലിയത്തെ അല്ലാഹു അദ്ദേഹത്തിന് നൽകും. അപ്പൊ ഇഅ്തികാഫും പ്രത്യേകമായി സുന്നത്താണ്. 6-ാമത്തെ സുന്നത്ത് വസുന്ന മഅ തഅകീദി, മുഅക്കദായ സുന്നത്താ. ശ്രദ്ധിക്കണം, നമ്മുടെ സമയം അവസാനിക്കാൻ പോവാൻ. മുഅക്കദായ സുന്നത്താണ് ബി റമളാന, റമളാൻ മാസത്തിൽ, വ അശ്രിൽ അഖീരി ആഖദു, അവസാനത്തെ 10 വളരെ മുഅക്കദായ സുന്നത്താണ്. ഇക്താറുസ് സ്വദഖ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത്. അപ്പൊ അവസാനത്തെ 10 പ്രത്യേകം സുന്നത്തുണ്ട്. റമളാനിൽ മുഴുവനും സുന്നത്താണ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അൽഹംദുലില്ലാഹ്, നമ്മുടെ യതീമായ പൊന്നുമക്കളുടെ ഡ്രസ്സിലേക്കും അവരുടെ ഉമ്മമാരുടെ ഡ്രസ്സിലേക്കും ഒക്കെ പല ആളുകളും സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ ഇത് ഖബൂൽ ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി പലരും സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റമളാന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന സദഖ അല്ലാഹുവേ പാഴായി പോകുന്ന സദഖയാക്കല്ല അല്ലാഹ്. റബ്ബന, ആ ചെയ്യുന്നവരൊന്നും ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നവരല്ല, അവർ ഞങ്ങളെ കാണുന്നില്ല അല്ലാഹുവേ, അവർ ഞങ്ങളെയും ഞങ്ങൾ അവരെയും നേരെ നേരെ കാണുന്നില്ല.
പടച്ചോനെ നിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ വിളിച്ചിട്ട് 10, 20, 25 വട്ടം വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല. പിന്നെയും പിന്നെയും വിളിച്ചിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോ പറയുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. വായിക്കാൻ ഇരിക്കുന്നത് കൊണ്ടാ എപ്പോഴും ഫോൺ എടുക്കാൻ കഴിയാത്തത്. പിന്നെ ഒരു പറയാ ഒന്നുമില്ല, സ്വതക്ക പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് ദുആ ഉദ്ദേശിച്ചുകൊണ്ട് പടച്ചോനെ അല്ലാഹുവേ അവർക്കൊക്കെ റമദാനിൽ ചെയ്ത സ്വതക്കയുടെ മഹത്വം നീ നൽകണേ അല്ലാ. ഇക്താറു സ്വതക്ക, സ്വതക്ക വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ്. വതൗസിഅത്തുൻ അലൽ ഇയാലി, അതേപോലെ മക്കൾക്ക് കുടുംബത്തിനൊക്കെ അവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വഇഹ്സാനുൻ അലൽ അഖാരിബി, അടുത്ത കുടുംബക്കാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നന്മയൊക്കെ ചെയ്തു കൊടുക്കുക. വൽ ജീറാനി, അയൽവാസികൾക്ക് നന്മ ചെയ്യുക. ഇതൊക്കെ റമദാനിൽ പ്രത്യേകം സുന്നത്താണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരാൾ ഭൂമിയിലെ വിഷമം അനുഭവിക്കുന്ന ഒരു മുഅ്മിനിന്റെ വിഷമം ഒരാൾ തീർത്തു കൊടുത്താൽ അല്ലാഹു തആല അയാളുടെ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാളുടെ വിഷമം അല്ലാഹു തീർത്തു കൊടുക്കുന്നതാണ്. വമൻ യസ്സറ അലാ മുഅസ്സിരിൻ ഫിദ്ദുനിയ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ പ്രയാസമുള്ള ഒരാളുടെ പ്രയാസം അല്ലാഹു അയാൾ നീക്കിക്കൊടുത്താൽ അയാളുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും പ്രയാസം അല്ലാഹു നീക്കിക്കൊടുക്കും. പടച്ചോനെ അല്ലാഹുവേ, വാപ്പമാരില്ലാത്ത ഞങ്ങളുടെ സംരക്ഷണത്തിലുള്ള പൊന്നു യതീമായ മക്കളെ ഈ പെരുന്നാളിൽ പൊതുവസ്ത്രം അറിയിപ്പിക്കാൻ ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, റബ്ബന മക്കളുടെ ഉമ്മമാർക്ക് ഡ്രസ്സിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഞങ്ങളുടെ സ്ഥാപനത്തെ അല്ലാഹുവേ പ്രതിസന്ധിയിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, എല്ലാവരുടെ ഐഹികവും ദുന്യവിയുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ഒരു മുസ്ലിമിന്റെ ന്യൂനത ഒരാൾ ഭൂമിയിൽ മറച്ചു വച്ചാൽ ആഖിറത്തിൽ അയാളുടെ ദുനിയാവിലും ആഖിറത്തിലും അയാളുടെ ന്യൂനത അല്ലാഹു മറച്ചു വെക്കുന്നതാ. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖി, ഒരാൾക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കും അയാൾ തന്റെ മുസ്ലിമായ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം. ഇതൊക്കെ വലിയ പുണ്യ. അതുകൊണ്ട് എല്ലാ ആളുകളും ദാനധർമ്മം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുക. ഒറ്റ ഹദീസ് ശ്രദ്ധിച്ചോളൂ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമി യുസ്ബിഹുൽ ഇബാദു ഫീഹി, എല്ലാ ദിവസവും രാവിലെ ഇല്ലാ വ മലക്കാനി യൻസിലാൻ, ആകാശത്ത് നിന്ന് 2 മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഇത് നടക്കുന്നുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖൂലു അഹദുഹുമാ, ഒരു മലക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ആതി മുൻഫികൻ ഖലഫ, പടച്ചോനെ ദാനം ചെയ്യുന്നവന് പകരം കൊടുക്കണേ അല്ലാ. വയഖൂലുൽ ആഖറു, മറ്റേ ആൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ആതി മുംസികൻ തലഫ, ദാനധർമ്മം ചെയ്യാതെ പിടിച്ചു വെക്കുന്നവന് നീ നാശം കൊടുക്കുകയും ചെയ്യണേ അല്ലാ എന്ന് മറ്റേ മലക്കും ദുആ ചെയ്യുന്നുണ്ട്. അപ്പോ കൊടുക്കാതെ വെക്കുന്നതൊക്കെ നശിച്ചു. ഇനി നോമ്പ് തുറപ്പിക്കുക, അതേപോലെ മറ്റൊരു സുന്നത്താണ് നോമ്പ് തുറപ്പിക്കുക എന്നത്. സമയം അതിക്രമിച്ചതുകൊണ്ട് ഒറ്റവാക്കിലത് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറപ്പിക്കേണ്ടതിന് വലിയ പുണ്യ നബി തങ്ങൾ പറഞ്ഞു, മൻ ഫത്തറ ഫീഹി സ്വാഇമ, ഒരാളൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ കാന മഗ്ഫിറതൻ ലിദുനൂബി, അയാളുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. മാത്രമല്ല വഇതഖറഖബതിഹി മിനന്നാർ, അയാൾ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. അവസാനത്തെ 10 ഉണ്ടല്ലോ, നരകമോചനത്തിന്റെ തന്നെ 10. ഒരാൾ നോമ്പ് തുറപ്പിച്ചാല് അല്ലാഹു തആല അയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു എഴുതും. പിന്നെയോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈഉൻ, ഈ നോമ്പ് നോറ്റ ആളെ നമ്മൾ തുറപ്പിക്കുമ്പോ ഈ നോമ്പ് തുറപ്പിക്കണ ആൾക്ക് കിട്ടണ അതേ, നോമ്പ് നോറ്റിട്ട് നമ്മൾ തുറക്കാൻ വിളിക്കണ ആൾക്ക് കിട്ടണ അതേ കൂലി തുറപ്പിക്കണ ആൾക്കും കിട്ടുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഖാലൂ, സഹാബികൾ ചോദിച്ചു, ലൈസ കുല്ലുനാ ലാ യജിദു മാ യുഫത്തിറു സ്വായിം, ഹബീബായ നബിയെ എല്ലാവർക്കും നോമ്പ് നോറ്റ ആളുകളെ തുറപ്പിക്കാനുള്ള സാമ്പത്തികമല്ലല്ലേ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികൾ ഇത് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഉണ്ടോ
അപ്പൊ സ്വഹാബികൾ പറഞ്ഞു നബി, നോമ്പ് തുറപ്പിച്ചാൽ കിട്ടുന്ന കൂലി കേട്ടപ്പോ സ്വഹാബികൾ പറഞ്ഞു നബി, ഞങ്ങൾക്ക് അതിന് മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാമ്പത്തികമില്ലല്ലോ. നബി എപ്പോൾ പറഞ്ഞത്, യുതില്ലാഹു ഹാദ സവാബ്, നോമ്പ് തുറപ്പിച്ചവർക്ക് കൊടുക്കുന്ന ഈ കൂലി അല്ലാഹു കൊടുക്കും. മൻ ഫത്തറ സ്വായിമൻ അലാ തംറത്തിൻ, ഒരു ഈത്തപ്പഴോ കാരക്കെ കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാലും, ഔ ശർബത്തി മാഇൻ, ഒരരക്ക് വെള്ളം കൊടുത്താലും, ഔ മദഖത്തി ലബനിൻ, അല്ലെങ്കിൽ പാല് കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാലൊക്കെ ഈ കൂലി കിട്ടും. അപ്പൊ ഇപ്പൊ വേനല, വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന കാല, അയൽപക്കത്തോ പരിസരത്തോ ഒക്കെ വെള്ളമില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വെള്ളം കൊടുത്താൽ ആ വെള്ളം കൊണ്ടായിരിക്കും നോമ്പ് തുറക്കുക. അപ്പൊ ആ കൂലി കൂടി നമുക്ക് കിട്ടും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസൊന്നും വിശദമായി പറയാൻ സമയമില്ല, ഒറ്റടിക്കാൻ ചുരുക്കി പറഞ്ഞു ദുആയിലേക്ക് കിടക്കാം. മഹാനായ റസൂലുള്ള പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഫത്തറ സ്വായിമൻ അലാ തആമിൻ വശറാബ്, ഒരാൾ ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തിട്ട്, മിൻ ഹലാലിൻ, ഹലാലായ ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തിട്ട് ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ, സ്വല്ലത്ത് അലൈഹിൽ മലായിക, മലക്കുകളുടെ ദുആ കിട്ടിക്കൊണ്ടേയിരിക്കുമാർക്ക് ഈ നോമ്പ് തുറപ്പിച്ചാൽ, ഫീ സആത്തി ശഹ്രി റമളാൻ, റമളാനിലെ എല്ലാ സമയവും മലക്കുകൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും.